സേമിയ കൊണ്ട് പലതരം പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ സേമിയ കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണിത്. ഇത് വളരെ ടേസ്റ്റിയാണ്, എളുപ്പവുമാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. രുചികരമായ ഈ സിമ്പിൾ സേമിയ പലഹാരം തയ്യാറാക്കാനായി 250 ഗ്രാം വറുത്ത സേമിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഈ സേമിയയുടെ കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക. അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണേലും ചേർക്കാം. 1/2 കപ്പ് തേങ്ങയും ചക്കപ്പഴം ശർക്കരയിൽ വിളയിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. കൂടാതെ ഏലക്കായും ജീരകവും പൊടിച്ചത്, ലേശം ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് വെള്ളമൊഴിക്കാതെ മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വെക്കണം. ചക്ക വിളയിച്ചത് കയ്യിലില്ലെങ്കിൽ പഴവും ശർക്കരപ്പൊടിയും കൂടെ ചേർത്താലും മതി, അല്ലെങ്കിൽ പഴം ശർക്കരയിൽ വിളയിച്ച് ചേർത്താലും മതി. കടയിൽ നിന്ന് വാങ്ങുന്ന സേമിയ വറുത്തതാണെങ്കിൽ കൂടി ഒന്നുകൂടി നെയ്യിൽ വറുത്തെടുത്താൽ രുചി കൂടും. ഈ സമയം വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് വീണ്ടും കുഴച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഷേപ്പിലാക്കിയവ 15 മിനിറ്റ് ആവിയിൽ വെച്ച് പുഴുങ്ങുക. നട്ട്സ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ആൽമണ്ട് ഫ്ലേക്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്കിത് വഷണയില അല്ലെങ്കിൽ വഴണയില എന്നൊക്കെ പറയും, ആ ഇലയിൽ വെച്ചും പുഴുങ്ങിയെടുക്കാം, കുമ്പളപ്പം പോലെ. 15 മിനിറ്റ് ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ പുഴുങ്ങിയെടുക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ 15-20 മിനിറ്റൊക്കെ ചിലപ്പോൾ എടുക്കും. അപ്പോൾ നല്ല അടിപൊളി പലഹാരം നമുക്ക് തയ്യാറായി കിട്ടും. സേമിയയും ചക്കപ്പഴവും ശർക്കരയും എല്ലാം കൂടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്കപ്പഴത്തിന് പകരം ഏതെങ്കിലും പഴം എടുത്താലും മതി. ചെറുപഴമോ ഏത്തപ്പഴമോ എടുക്കാം. എന്തായാലും നല്ലൊരു അടിപൊളി പലഹാരമാണിത്. ഓണത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരം. എപ്പോഴും സേമിയ പായസമൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം ഇങ്ങനെയും ഉണ്ടാക്കി നോക്കുക. ഈ എണ്ണയില്ലാ പലഹാരം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ.